കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 8 വാക്യം. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ദാവീദ് തൻ്റെ പാപം തിരിച്ചറിഞ്ഞ ശേഷം ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പാപം സന്തോഷം കവർന്നെടുക്കുന്നു. ദാവീദിന് അധികാരവും ശക്തിയും സമ്പത്തും ഉണ്ടായിരുന്നു. എന്നാൽ പാപം അവൻ്റെ ഉള്ളിലെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തി. നാമും പുറത്ത് ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം, എന്നാൽ ഉള്ളിൽ തകർന്ന അനുഭവവും. പാപം ചെയ്യുമ്പോൾ ആദ്യം നഷ്ടമാകുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ ആനന്ദമാണ്. ദൈവം തകർന്നതിനെ സൗഖ്യമാക്കുന്നവനാണ്. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ എന്നാണ് ദാവീദ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അസ്ഥികൾ എന്നത് ആന്തരിക ശക്തി സൂചിപ്പിക്കുന്നു. ജീവിതത്തിലെ പരാജയങ്ങൾ, കുറ്റബോധം, നിരാശ എന്നിവ നമ്മെ തകർക്കാം. എന്നാൽ ദൈവം തകർക്കുന്നത് നശിപ്പിക്കാനല്ല, പുനർനിർമ്മിക്കുവാനാണ്. ഒരു കുശവൻ ഉടഞ്ഞുപോയ പാത്രങ്ങൾ വീണ്ടും രൂപപ്പെടുത്തുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതവും പുതുക്കുന്നു. ദൈവം സന്തോഷം തിരികെ നൽകുന്നവനാണ്. ദാവീദ് പറയുന്നത് സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ എന്നാണ്. ദാവീദ് ദൈവത്തോട് ക്ഷമയോടൊപ്പം പുനഃസ്ഥാപനം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ കുറ്റബോധം നീക്കും, നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കും, നഷ്ടപ്പെട്ട സന്തോഷം തിരികെ നൽകും. പ്രിയരെ, നമ്മുടെ തകർച്ചയുടെ മധ്യത്തിൽ പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിലെത്താം. അവൻ സന്തോഷം പുനഃസ്ഥാപിച്ച് നമ്മെ ആശ്വസിപ്പിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ചയിൽ എന്നെ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ തിരികെ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.